അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേഷൻ ബിറ്റ്വീൻ ഡിപ്പ്, ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി. ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി ഉദ്ദേശിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി ആണ്. വെർട്ടിക്കൽ ഇന്റൻസിറ്റി ഉദ്ദേശിക്കുന്നത് എർത്തിന്റെ വെർട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ആൻഡ് എർട്സ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ ബി എച്ച് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർട്സ് മാഗ്നറ്റിക് ഫീൽഡ്, വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് എർട്സ് മാഗ്നറ്റിക് ഫീൽഡും ബി എന്ന് പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ്, ഇവർ തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. റിലേഷൻ ബിറ്റ്വീൻ ഡിപ്പ് ആംഗിൾ, ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി, വെർട്ടിക്കൽ ഇന്റൻസിറ്റി ആൻഡ് എർട്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി ഉദ്ദേശിക്കുന്നത് എർത്തിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്. വെർട്ടിക്കൽ ഇന്റൻസിറ്റി ഉദ്ദേശിക്കുന്നത് എർത്തിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. ഈ റിലേഷൻസ് ഇവിടെ അത് പല പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഡിപ്പ് ആംഗിൾ തന്നിട്ടുണ്ട്, ബി എച്ച്, ബി വി, ബി. ഇവർ തമ്മിലുള്ള റിലേഷൻസ് ആണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഈ റിലേഷൻസ് ഇതിലത്തെ പ്രോബ്ലംസ് ചെയ്യുന്നതിന് വേണ്ടി വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നേ തന്നെ ഒരു ഗ്ലോബും ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരച്ചിട്ടുണ്ട്. ആ ചിത്രം ഇവിടെ വീണ്ടും കാണിക്കുകയാണ്. ഇതിപ്പോൾ നമ്മളൊരു എർത്തിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മാഗ്നറ്റായിട്ട് വർക്ക് ചെയ്യും. എർത്ത് എന്ന് പറയുന്നത് ഒരു വലിയ മാഗ്നറ്റാണ്. ആ മാഗ്നറ്റിന് എന്തുണ്ട്, ഒരു സൗത്ത് പോളുണ്ട്, നോർത്ത് പോളുണ്ട്. അപ്പോൾ എർത്തിന്റെ സൗത്ത് പോൾ കിടക്കുന്ന ഇവിടെയാണ്. അത് നമ്മൾ SM എന്ന് പറയും, സൗത്ത് പോൾ. ഇവിടെയാണ് നോർത്ത് പോൾ കിടക്കുന്നത്. അപ്പോൾ NM എന്ന് പറയും. യഥാർത്ഥത്തിൽ സൗത്ത് പോളിൽ ബാർ മാഗ്നറ്റായിട്ട് നോക്കുകയാണെങ്കിൽ അത് നോർത്ത് പോളിന്റെ പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ സൗത്ത് പോളിൽ നിന്നാണ് ഫീൽഡ് ഒറിജിനേറ്റ് ചെയ്യുക. അപ്പോൾ ഫീൽഡ് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒറിജിനേറ്റ് ചെയ്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരികയാണ് ചെയ്യുക. അപ്പം നമ്മൾ നേരത്തെ കണ്ട കാര്യം എന്താണ്, ഇവിടെ ആൾക്കാർ നിൽക്കുകയാണ്, ഈ സ്ഥലത്ത് ആൾക്കാർ നിൽക്കുകയാണെങ്കിൽ ആൾക്കാർ ഇതാ നിൽക്കുന്ന ഒരു പൊസിഷനാണ്, ഇക്വേറ്ററിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അയാളുടെ തല അയാളുടെ ഹൊറിസോണ്ടലായിട്ട് കൈ നിവർത്തി പിടിച്ചിരിക്കുന്നു, ഹൊറിസോണ്ടലായിട്ട് പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 0 എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്ത് ഇവിടെ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് എന്താണ്, ഇവിടെ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി ഉണ്ടാക്കുന്നു മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി ഞാൻ വേറെ ആളെടുക്കുകയാണ്. അതായത് ഇവിടെ തീറ്റ 0 നിങ്ങൾക്കറിയാം, ഇവിടുത്തെ തീറ്റ 0. ഈ ആംഗിൾ നമ്മൾ ഡിപ്പ് ആംഗിൾ എന്നാണ് പറയാം. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 90 ആണെന്നും മനസ്സിലായി. ഇനി ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. ഇപ്പൊ ഇത് ഈ ഇക്വറ്റോർ ലൈനിൽ കിടക്കുന്ന രാജ്യങ്ങൾ കൂടാണ്ട് തന്നെ എന്തുണ്ട്, അതിൻ്റെയും ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോളാണ്. പോളാർ റീജിയനിൽ കിടക്കുന്ന രാജ്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഇടയിൽ കിടക്കുന്ന രാജ്യങ്ങൾ നമ്മുടെ ഗ്ലോബിലുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഒരാളെ കാണിക്കുകയാണ്, ഞാൻ നിൽക്കുകയാണ്. അയാൾ കൈ നിവർത്തി പിടിച്ചു. അങ്ങനെ നിവർത്തി പിടിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡിപ്പ് ആംഗിൾ. ഇവിടെ 0, ഇവിടെ 90, ഇവിടെ നിൽക്കുന്നത് ഈ പോയിന്റിനും ഈ പോയിന്റിനും ഇടയിലുള്ള എല്ലാ സ്ഥലത്തും ഡിപ്പ് ആംഗിൾ എന്ന് പറയുന്നത് 0നും 90ക്കും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ താഴത്തേക്ക് വരയ്ക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ എന്ത് പറ്റുന്നത്, മേലേക്ക് പൊങ്ങി പോവുകയാണ് ചെയ്യുന്നത്, ഇവിടെ വരുമ്പോൾ താഴത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ മാഗ്നറ്റിക് ഫീൽഡ് താഴത്തേക്കാണ് വരയ്ക്കുന്നത്. അത് സ്ഥലങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരും. അപ്പം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കുന്നു. ഇതാണ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് B എന്ന് കാണിച്ചു. അത് ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. അതിന് ഡിപ്പ് ആംഗിൾ എന്ന് തന്നെ പറയാം. ഡിപ്പ് ആംഗിൾ ഞാൻ തീറ്റ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഡിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആംഗിൾ ബിറ്റ്വീൻ എർട്സ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. അതാണ് ഡിപ്പ് ആംഗിൾ. അപ്പോൾ ഡിപ്പ് ആംഗിളാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ബിക്ക് ഇതേപോലെ തന്നെ നമുക്ക് വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ട്. ആ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് ഞാൻ ഈ അടുത്ത് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതാണ് എൻ്റെ വെർട്ടിക്കൽ കമ്പോണന്റ്. അപ്പോൾ നമുക്കിതിനെ BV എന്ന് പേര് കൊടുക്കാം. ഇത് നമുക്ക് എന്ത് പേര് കൊടുക്കാം, BH എന്ന് പേര് കൊടുക്കാം. BH എന്ന് ഉദ്ദേശിക്കുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്. B എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 2 കമ്പോണന്റുകൾ ചേർന്നതാണ്. ഏതൊക്കെ കമ്പോണന്റ് ആണെന്ന്, ഹൊറിസോണ്ടൽ, മറ്റൊന്ന് വെർട്ടിക്കൽ. ഈ 2 വെർട്ടിക്കലിന്റെയും ഹൊറിസോണ്ടലിന്റെയും സമ്മ് കണ്ടു കഴിഞ്ഞാൽ, അതായത് ഈ 2 കമ്പോണന്റിന്റെയും സമ്മ് കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. B എന്ന് പറയുന്നത് √BV² പ്ലസ് BH² എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ റിലേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ആക്കണം. കാരണം എന്താണ്, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡും വെർട്ടിക്കലും ഹൊറിസോണ്ടലും തമ്മിലുള്ള റിലേഷനാണ് നമുക്കിവിടെ കിട്ടിയത്. നമുക്ക് അടുത്ത റിലേഷൻ നോക്കാം. അടുത്തെന്താണ്, ഈ BH എന്ന് പറയുന്നത് എന്താണ്, ബിയുടെ ടേംസ് നമുക്ക് എഴുതാം. ഇതൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈൻ തീറ്റ നമുക്കൊന്ന് കണ്ടുനോക്കാം. സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താ,
സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ബി വി ആണ്. അപ്പോൾ ഈ സൈഡ് ബി വി ആണ്. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് ബി വി ബൈ ഈ കമ്പോണന്റ് എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി വി എന്ന് പറയുന്നത് ബി സൈൻ തീറ്റ എന്ന് കിട്ടി. അപ്പോൾ ഇതും ബൈ ഹാർട്ട് ആക്കേണ്ട ഒരു വാല്യൂ ആണ്. കാരണം നമുക്ക് വെർട്ടിക്കൽ കമ്പോണന്റ് കാണാനുള്ള ഒരു ഫോർമുലയാണ്. അപ്പോൾ ഇത് തീറ്റ എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്? ഡിപ്പ് ആംഗിൾ ആണ്. അപ്പോൾ ഒരു സ്ഥലത്തെ ഡിപ്പ് ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡും കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ വെർട്ടിക്കൽ കമ്പോണന്റ് നമുക്ക് കാണാൻ പറ്റും. ആ വെർട്ടിക്കൽ കമ്പോണന്റ് കാണാനുള്ള ഫോർമുലയാണ് ബി വി ഇക്വൽ ടു ബി സൈൻ തീറ്റ. നമുക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം? ഈ ട്രയാങ്കിളിൽ കോസ് തീറ്റ കാണാം. കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? നോക്കിയൊക്കെ ഇവിടെ കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അഡ്ജസ്റ്റന്റ് സൈഡ് എന്ന് പറയുന്നത് ബി എച്ച് ആണ്. അപ്പോൾ ബി എച്ച് ബൈ ബി ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ബി എച്ച് എന്ന് പറയുന്നത് എന്താണ്? ബി എച്ച് എന്ന് പറയുന്നത് ബി കോസ് തീറ്റ എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ബി കോസ് തീറ്റ ആണെന്ന് മനസ്സിലായി. അതും ബൈ ഹാർട്ട് ആക്കണം. അപ്പോൾ നമുക്ക് ഈ വെർട്ടിക്കൽ കമ്പോണന്റ് നമ്മൾ കണ്ടതുപോലെ തന്നെ ഇപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് കണ്ടു. ഇതും ബൈ ഹാർട്ട് പഠിക്കണം. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ടാൻ തീറ്റ എന്ന് പറയുന്നത്. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കിട്ടും. ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ബി വി ആണ്. ഈ സൈഡ് തന്നെയാണ് ഈ സൈഡ്. ബി വി ബൈ ബി എച്ച് ആണ്. ഇതും ബൈ ഹാർട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് കുറേ റിലേഷൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബി വിയും ബി എച്ചും തമ്മിലുള്ള റിലേഷൻ കിട്ടി. ബി വിയും ബിയും സൈൻ തീറ്റയും തമ്മിലുള്ള റിലേഷൻ. തീറ്റ എന്ന് പറയുന്നത് ഡിപ്പ് ആംഗിൾ ആണ്. ബി എച്ചും ബിയും തമ്മിലുള്ള ബന്ധം കിട്ടി. അത് തീറ്റ എന്ന് പറഞ്ഞാൽ അതും ഡിപ്പ് ആംഗിൾ ആണ്. ടാൻ തീറ്റ കാണാനുള്ള ഫോർമുലയും കിട്ടി. അത് ബി വി ബൈ ബി എച്ച് ആണ്. അപ്പോൾ ഇത്ര വാല്യൂസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള വാല്യൂസ് ആണ്. ഇതിൽ ബി എച്ച് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്. അതായത് എർത്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ബി എച്ച്. ബി വി എന്ന് പറയുന്നത് എർത്തിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് ഡിപ്പ് ആംഗിൾ ആണ്. ഡിപ്പ് ആംഗിൾ ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ട്. പരീക്ഷ ചോദിക്കാറുണ്ട് ഇക്വേറ്ററിൽ ഡിപ്പ് എത്ര? ഇക്വേറ്ററിലെ ഡിപ്പ് എന്ന് പറയുന്നത് 0 ആണ്. ആ സമയത്ത് നോർത്ത് പോളും സൗത്ത് പോളും ഡിപ്പ് ആംഗിൾ 90 ആണ്. അപ്പോൾ ഇക്വേറ്ററിലും നോർത്ത് പോളിന് ഇടയിൽ കിടക്കുന്ന അല്ലെങ്കിൽ സൗത്ത് പോളിന് ഇടയിൽ കിടക്കുന്ന മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളാണോ അവിടെയൊക്കെ ഡിപ്പ് ആംഗിൾ വ്യത്യാസം ഉണ്ടാവും. 0നും 90ക്കും ഇടയിലാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് വെർട്ടിക്കൽ കമ്പോണന്റോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റോ കാണണമെങ്കിൽ അവിടുത്തെ എന്തറിയണം? ഡിപ്പ് ആംഗിളും അവിടെ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അറിഞ്ഞാൽ മതി. മൊത്തം അവിടുത്തെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡും ഡിപ്പ് ആംഗിൾ അറിഞ്ഞാൽ നമുക്ക് അവിടുത്തെ വെർട്ടിക്കൽ കമ്പോണന്റും ഹൊറിസോണ്ടൽ കമ്പോണന്റും കാണാൻ പറ്റും. അപ്പോൾ ഡിപ്പ് ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ കണ്ടത് വളരെ പ്രധാനപ്പെട്ട ആംഗിളാണ്. അത് ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായിരിക്കും. ചോദ്യം വരുന്നത് നോർത്ത് പോളിൽ ഡിപ്പ് ആംഗിൾ എത്രയെന്ന് ചോദിക്കും. അത് 90 ആണ്. ഇക്വേറ്ററിൽ ഡിപ്പ് ആംഗിൾ വെച്ച് കഴിഞ്ഞാൽ 0 ആണ്. അതിവിടെ നമ്മുടെ ഇക്വേറ്ററും നോർത്ത് പോളും സൗത്ത് പോളും ഉദ്ദേശിക്കുന്നത് മാഗ്നറ്റിക് നോർത്ത് പോളും മാഗ്നറ്റിക് ഇക്വേറ്റർ ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. കാരണം ഇവിടെ നമ്മൾ റൊട്ടേഷൻ നടക്കുന്ന സമയത്തുള്ള ഇക്വേറ്റർ ഉണ്ട്. അതല്ല, നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതാണ്. ഇവിടെ നോർത്ത് പോളുണ്ട്, ഇവിടെ സൗത്ത് പോളുണ്ട്. ആ സമയത്ത് മാഗ്നറ്റ് കിടക്കുന്ന ഒരു ആക്സിസ് ഉണ്ട്, അവിടെ ഒരു സൗത്തും നോർത്തും ഉണ്ട്. അപ്പം നമ്മളിവിടെ പറയുന്ന നോർത്തും സൗത്തും ഉദ്ദേശിക്കുന്നത് മാഗ്നറ്റിക് നോർത്ത് പോൾ, മാഗ്നറ്റിക് സൗത്ത് പോളാണ്. അപ്പം അതുമായിട്ട് അത് പ്രധാനപ്പെട്ട കാര്യമാണ്, ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് തന്നെയാണ്.